നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ റബ്ബർ കർഷകരെ അവഗണിച്ചെന്ന് ആക്ഷേപം. അടിസ്ഥാന വില 280 രൂപയാക്കുമെന്ന വാഗ്ദാനം പാഴായെന്ന് കർഷക കോൺഗ്രസ്. കേരള ബജറ്റ് വഞ്ചനയുടെ ആവർത്തനമെന്ന് KSSPA. കോട്ടയത്ത് ജനവിരുദ്ധ ബജറ്റ് കത്തിച്ച് പ്രതിഷേധം. നാഗമ്പടത്തെ ഭക്തിയിലാക്കി ഇളനീർ തീർത്ഥാടനം. നാഗമ്പടം മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കം. ചൈതന്യ കാർഷിക മേളയ്ക്ക് തിരക്കേറുന്നു. കാഴ്ചക്കാരെ ആകർഷിച്ച് വ്യത്യസ്തമായ മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. റബ്ബർ കർഷകരെ നിരാശപ്പെടുത്തി സംസ്ഥാന ബജറ്റ്. റബ്ബറിന്റെ അടിസ്ഥാന വില 280 രൂപയാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാമത് ബഡ്ജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചു. റബ്ബർ കർഷകരെ നിരാശപ്പെടുത്തുന്നതാണ് ബഡ്ജറ്റെന്ന് പൊതുവെ അഭിപ്രായം ഉയർന്നു. തകർച്ചയിൽ തുടരുന്ന റബ്ബർ വ്യവസായത്തെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് കർഷക കോൺഗ്രസ് കുറ്റപ്പെടുത്തി. റബ്ബറിന്റെ അടിസ്ഥാന വില 280 രൂപയാക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് കർഷക കോൺഗ്രസ് പറയുന്നു. റബ്ബർ കർഷകരെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണിതെന്നും റബ്ബർ കർഷകരുടെ പാർട്ടിയെന്ന് പറയുന്ന കേരള കോൺഗ്രസ് മുന്നണിയിലുണ്ടായിട്ടും കർഷകർക്കായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നും കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബി ഐപ്പ് പറഞ്ഞു. ഈ ഗവൺമെന്റിൽ തന്നെ പ്രധാന കക്ഷിയായ കേരള കോൺഗ്രസ് എം, ഇവിടുത്തെ കർഷകരുടെ പാർട്ടി എന്ന് പറഞ്ഞ് കർഷകരുടെ കൂടെയാണ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എമ്മിന് റബ്ബർ കർഷകരോട് ഇത്രയും കടുത്ത അവഗണന ഉണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിക്കുന്നില്ല എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ ഉൾപ്പെടെ നിരവധി തവണ റബ്ബർ സംഭരണ വില വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടും അത് പരിഗണിക്കാത്ത ഒരു മുന്നണിയിലാണ് കേരള കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി കടിച്ചു തൂങ്ങുന്നത് എന്നുള്ളത് വരും കാലങ്ങളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. റബ്ബർ കർഷകരെ മാത്രമല്ല എല്ലാ മേഖലയിലുമുള്ള കൃഷിക്കാർക്കും വേണ്ട പരിഗണന നൽകാൻ ധനമന്ത്രിയും സർക്കാരും തയ്യാറാകുന്നില്ലെന്നും കർഷക കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള ബജറ്റ് വഞ്ചനയുടെ ആവർത്തനമെന്ന് KSSPA. കോട്ടയത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനവിരുദ്ധ ബജറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം സബ് ട്രഷറി ഓഫീസ് പടിക്കൽ ജനവിരുദ്ധ ബഡ്ജറ്റ് കത്തിക്കൽ സമരം നടത്തി. കേരള ബഡ്ജറ്റ് ജനവിരുദ്ധതയുടെയും വഞ്ചനയുടെയും ആവർത്തന പുസ്തകമെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS സലീം പറഞ്ഞു. ജനവിരുദ്ധ ബഡ്ജറ്റ് കത്തിക്കൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഞ്ചന ആവർത്തിക്കുന്ന ഈ ബഡ്ജറ്റിൽ പൊതുസമൂഹത്തിനും സർവീസ് പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പ്രവർത്തനങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ സമൂഹവും അധ്യാപകരും ജീവനക്കാരും ഈ ബഡ്ജറ്റിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ സംസ്ഥാനത്ത്, നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടിയ ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് കൈത്താങ്ങാകുമെന്ന് കരുതിയ ഈ ബഡ്ജറ്റ് ജനവിരുദ്ധമായി മാറ്റിക്കൊണ്ട് ജനവിരുദ്ധ സർക്കാർ കഴിഞ്ഞ 9 വർഷമായി തുടരുന്ന നടപടി ഇപ്പോഴും തുടരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. KSSPA നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് കുഞ്ഞ് PJ അധ്യക്ഷനായി. സാബു മാത്യു, KG പ്രസന്നൻ, മുഹമ്മദ് അൻസാരി, സണ്ണി തോമസ്, ഹരിലാൽ കോയിക്കൽ, നാരായണൻ നമ്പൂതിരി, അബ്ദുൽ ഖാദർ, PJ ജോർജ്, ജോൺസ് T അലക്സാണ്ടർ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ഇളനീർ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇളനീർ തീർത്ഥാടനം നടത്തിയത്. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇളനീർ തീർത്ഥാടനം നടന്നു. രാവിലെ തീർത്ഥാടന സമ്മേളനം കോട്ടയം യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം യൂണിയൻ ജോയിന്റ് കൺവീനർ V ശശികുമാർ അധ്യക്ഷനായി. കോട്ടയം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദിരാ രാജപ്പൻ താലസമർപ്പണം നടത്തി. 3 ദിവസത്തെ വ്രതം നോറ്റാണ് സ്ത്രീകൾ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നത്. സ്റ്റീൽ പാത്രത്തിൽ കരിക്ക് ചെത്തിവെച്ച് എണ്ണ, തുളസി, കർപ്പൂരം, സാമ്പ്രാണി, പൂക്കൾ എന്നിവ ചേർത്ത് അലങ്കരിച്ചാണ് താലം തയ്യാറാക്കുന്നത്. നമശിവായ മന്ത്രങ്ങൾ ചൊല്ലി ഭക്തർ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. നിരവധി സ്ത്രീകളാണ് ഇളനീർ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
കാഴ്ചക്കാരെ ആവേശത്തിലാക്കി തേങ്ങാ പൊതിക്കൽ മത്സരം. തെള്ളകത്ത് നടക്കുന്ന ചൈതന്യ കാർഷിക മേളയിലാണ് തേങ്ങാ പൊതിക്കൽ മത്സരം അരങ്ങേറിയത്. വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ കൊണ്ട് ആകർഷണീയമാണ് ചൈതന്യ കാർഷിക മേള. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി, സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയാണ് ചൈതന്യ കാർഷിക മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ മത്സരങ്ങളാണ് ഓരോ ദിവസവും കാർഷിക മേളയിൽ സംഘടിപ്പിക്കുന്നത്. കപ്പകൊത്തൽ മത്സരം, തേങ്ങാ പൊതിക്കൽ മത്സരം എന്നിവയിലെല്ലാം നിരവധി പേർ പങ്കാളികളായി. വെള്ളിയാഴ്ച പകൽ വനിതകൾക്കായി നടത്തിയ തേങ്ങാ പൊതിക്കൽ മത്സരം കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു. 3 മിനിറ്റ് കൊണ്ട് 5 തേങ്ങ പൊതിച്ച് വൃത്തിയാക്കുന്നതായിരുന്നു മത്സരം. 8 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൈപ്പുഴ സ്വദേശി മേരിക്കുട്ടി ജോസഫ് വിജയിയായി. ചെറുപ്പം തൊട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു. പെട്ടെന്ന് പൊതിച്ചു. സമയത്തിന് മുമ്പ് പൊതിച്ചെന്ന് തോന്നുന്നു. നമ്മൾ ആരെ ശ്രദ്ധിച്ചില്ല, നമുക്കറിയില്ല. ചെറുപ്പത്തിൽ ചാച്ചൻ പഠിപ്പിച്ചതാ. കൈപ്പുഴ. മേളയുടെ ഭാഗമായി കലാവിരുന്നും ഒരുക്കിയിട്ടുണ്ട്. പഴമയെ ഓർമ്മിപ്പിക്കുന്നതിനായാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. പഴമയുടെ ഓർമ്മകൾ പുതുക്കി പണിയുന്നതിന് വേണ്ടി പഴയ ജീവിത ശൈലിയാണ് നമുക്ക് എപ്പോഴും. പഴയ കാലത്ത് രോഗങ്ങളൊന്നുമില്ലായിരുന്നു, ഇപ്പോഴാണ് കൂടുതൽ അസുഖങ്ങൾ. അപ്പം പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ പഴയ മത്സരങ്ങൾ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആയിരങ്ങളെ ആകർഷിച്ച കാർഷിക മേള ഈ മാസം 9-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനച്ചിൽ താലൂക്കിൽ കൈതകൃഷിക്ക് നിരോധിച്ച കീടനാശിനികൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. പരാതിയെ തുടർന്ന് കർശന നടപടിക്ക് പാല RDO KP ദീപ നിർദ്ദേശം നൽകി. മീനച്ചിൽ താലൂക്ക് പ്രദേശങ്ങളിൽ കൈതകൃഷി ചെയ്യുന്ന പാട്ടക്കരാറുകാർ നിരോധിച്ച കളനാശിനി ഉപയോഗിക്കുന്നതായി പരാതി. നിരോധിച്ച കളനാശിനികൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി താലൂക്ക് വികസന സമിതിയിൽ പരാതി ഉയർന്നു. ഇതേ തുടർന്ന് കാർഷിക വികസന സമിതി യോഗം വിളിച്ചു ചേർത്ത് പരാതിയിന്മേൽ നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് തല ആരോഗ്യ വകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തി ലാബ് റിപ്പോർട്ട് അടുത്ത താലൂക്ക് സമിതി യോഗത്തിൽ നൽകണമെന്നും താലൂക്കിന് കീഴിലുള്ള എല്ലാ കൃഷി ഓഫീസർമാർക്കും പാല RDO KP ദീപ കർശന നിർദ്ദേശം നൽകി. കീടനാശിനികൾ സമീപ കിണറുകളിലും ജലസ്രോതസ്സുകളിലും ചെറിയ തോടുകളിലും എത്തിച്ചേരുന്നതായും യോഗം വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പാല. കൃഷ്ണരാഗം ആൽബത്തിലെ ഭക്തിഗാനം ആസ്വാദക ഹൃദയം കീഴടക്കുന്നു. അനീഷ് ആനിക്കാടാണ് രചനയും സംവിധാനവും. കൃഷ്ണഭക്തി നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണരാഗം എന്ന ആൽബത്തിലെ ഭക്തിഗാനം ആസ്വാദക ഹൃദയം കീഴടക്കുന്നു. അനീഷ് ആനിക്കാട് രചനയും സംവിധാനവും നിർവഹിച്ച ഗാനം പ്രമുഖ വയലിനിസ്റ്റ് ഐമനം K പ്രദീപാണ് ചിട്ടപ്പെടുത്തിയത്. കൃഷ്ണ തുളസികൾ തളിരിട്ടു എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം ആലപിച്ചിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും ENT വിദഗ്ധയായ ഡോക്ടർ രാഗ പണിക്കരാണ്. കൃഷ്ണ തുളസികൾ തളിരിട്ടു എൻ്റെ കണ്ണനുമാലകൾ ചാർത്തുവാനായി ചന്ദനമേലാപ്പിൽ കണ്ടുവല്ലോ എൻ്റെ സുന്ദര കണ്ണൻ്റെ തുളസിഹാരം. കൃഷ്ണ തുളസികൾ തളിരിട്ടു എൻ്റെ കണ്ണനുമാലകൾ ചാർത്തുവാനായി. ആരോമിൽ A നായരാണ് ക്യാമറ. നിഖിൽ മറ്റത്തിൽ മഠം എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. പൂത്തുമ്പി മീഡിയയുടെ ബാനറിൽ പുറത്തിറങ്ങിയ കൃഷ്ണരാഗം ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ആൽമരച്ചുവട്ടിലെ കൽവിളക്കിൽ ഒരു നെയ്ത്തിരി നാളമായി കാത്തുനിന്നു. സന്ധ്യകൾ നിറയുമി ദീപവെളിച്ചത്തിൽ ആലിലയ്ക്കുള്ളിൽ നീ ഒളിച്ചിരുന്നു. സന്ധ്യകൾ നിറയുമി ദീപവെളിച്ചത്തിൽ ആലിലയ്ക്കുള്ളിൽ നീ ഒളിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്.
കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷന്റെ 47ാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി. പ്രതിനിധി സമ്മേളനം ഇളയ കോവിലകം ആത്മജവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് സി സുരേഷ് കുമാർ അധ്യക്ഷനായി. ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി, ഡോക്ടർ സി.ടി. ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. തകടിക്കൽ ആയുർവേദ വൈദ്യശാല തെക്കേത്തുകവല കളമ്പുകാട്ട് കവലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ശനിയാഴ്ച രാവിലെ 8:30 വൈദ്യശാല ഉദ്ഘാടനം ചെയ്യും. പഞ്ചകർമ്മ ചികിത്സ, പ്രസവാനന്തര ശുശ്രൂഷ, ഉഴിച്ചിൽ, പിഴിച്ചിൽ എന്നിവയെല്ലാം ലഭിക്കും. ഡോക്ടർ സീത ആർ പ്രസാദിന്റെ മേൽനോട്ടത്തിലാണ് ചികിത്സകൾ. അറിയിപ്പ്: ജില്ലാ ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ് കോഴ്സിലേക്ക് സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ രഹിതരായിട്ടുള്ള 18നും 45 വയസ്സിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് അവസരം. ഫെബ്രുവരി 27-ന് പരിശീലനം ആരംഭിക്കും. താൽപര്യമുള്ളവർ ഫെബ്രുവരി 21-ന് മുൻപായി രജിസ്റ്റർ ചെയ്യണം. ഫോൺ 048123303307. അസാബ് കേരളയുടെ പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫെബ്രുവരി 15-ന് ജോബ് ഡ്രൈവ് നടക്കും. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, BTech, ബിരുദാനന്തര ബിരുദം, BAMS തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. 5 കമ്പനികളിൽ നിന്നായി 100-ൽ പരം ഒഴിവുകളാണുള്ളത്. ഫോൺ 9495999731. സപ്ലൈകോയുടെ ചങ്ങനാശ്ശേരി മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റിന്റെ ഒഴിവിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും B.Pharm അല്ലെങ്കിൽ D.Pharm യോഗ്യതയുമാണ് അഭികാമ്യം. താൽപര്യമുള്ളവർ ഫെബ്രുവരി 12-ന് അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളുമായി കോട്ടയം തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖല മെഡിസിൻ ഡിപ്പോയിൽ രാവിലെ 11-നും ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ഇടയിൽ എത്തണം. ഫോൺ 9456569997. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ബജറ്റിൽ റബ്ബർ കർഷകരെ അവഗണിച്ചെന്ന ആക്ഷേപം അടിസ്ഥാന വില 280 രൂപയാക്കുമെന്ന വാഗ്ദാനം പാഴായെന്ന് കർഷക കോൺഗ്രസ്. കേരള ബജറ്റ് വഞ്ചനയുടെ ആവർത്തനമെന്ന് KSSPA. കോട്ടയത്ത് ജനവിരുദ്ധ ബജറ്റ് കത്തിച്ച് പ്രതിഷേധം. നാഗമ്പടത്തെ ഭക്തിയിലാക്കി ഇളനീർ തീർത്ഥാടനം. നാഗമ്പടം മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് തുടക്കം. ചൈതന്യ കാർഷിക മേളയ്ക്ക് തിരക്കേറുന്നു. കാഴ്ചക്കാരെ ആകർഷിച്ച് വ്യത്യസ്തമായ മത്സരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.